ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ്. പഴയ കാലത്ത് നമുക്കറിയാം ജമ്മിത്തുണ്ടായിരുന്നു. അന്ന് കുറേ അടിമകളായിട്ടാണ് തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ മുതലാളി തൊഴിലാളി എന്നുള്ള രീതിയിലത് മാറി. മുതലാളിമാർ കമ്പനി നടത്തും, തൊഴിലാളി ഇവിടെ വർക്ക് ചെയ്യും എന്നുള്ള രീതിയിലായി മാറി. ഇന്നത് മാറി കൂട്ടായ്മയിലേക്ക് പോവുകയാണ്. മുതലാളിയും തൊഴിലാളിയും ഒന്നിച്ച് ഇക്വിറ്റി പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന തുടങ്ങി. അതാണ് ഈ സ്റ്റാർട്ടപ്പിൻ്റെ യുഗം ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഏവർക്കും ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ കഴിയും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പണത്തിനെ പറ്റി അന്വേഷിക്കേണ്ട, സ്ഥലത്തിനെ പറ്റി അന്വേഷിക്കേണ്ട, ഐഡിയയെ പറ്റി അന്വേഷിക്കേണ്ട. പക്ഷേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന 4-5 പേര് ഒന്നിച്ചിരുന്നു കൊണ്ട് ഒരു മരച്ചോട്ടിലിരുന്നു കൊണ്ട് നല്ല കാറ്റത്ത് സന്തോഷമായിരുന്ന് ഒരു ഡിസ്കഷൻ ആരംഭിക്കുക. നമുക്കും എന്തെങ്കിലും ഒന്ന് പരിപാടി തുടങ്ങിയാലോ എന്ന് ചോദിക്കുക. അങ്ങനെ ആ 5 പേരിൽ കൂട്ടായ്മയോടുള്ള ഒരു ഡിസ്കഷൻ. ഓരോ ആൾക്കാർക്കുമുള്ള കഴിവുകൾ അവർ അവതരിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എന്താ ഒരു ഐഡിയ, ഈ 5 പേർക്കും കൂടെ വരുന്ന ഒരു ഐഡിയ, നിങ്ങളെല്ലാവരും കൂടെ എഗ്രി ചെയ്യുന്ന ഒരു ഐഡിയ, അത് ആദ്യം നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. ഇതാണ് ഞങ്ങളുടെ ഐഡിയ, ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ആദ്യം എഴുതി വയ്ക്കുക. ആ എഴുതി വെച്ച ഐഡിയ നിങ്ങൾ 5 പേരും ഈ ഐഡിയ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ വിജയിക്കുമോ? പാല് വീട്ടിൽ കൊണ്ടുപോയിടുന്നു. പാലാദ്യം നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നു, ഇപ്പോൾ പാല് വീട്ടിൽ വരുന്നു. തുണി അലക്കാൻ തുണിയുണ്ട്, വീട്ടിൽ വന്നിട്ട് ഇരുന്ന ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് തുണി നമ്മൾക്ക് വേറെ വിധത്തിൽ മെഷീനറിയെല്ലാം ഉപയോഗിച്ച് നല്ല ഡ്രൈ ക്ലീനിങ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി അതും ഓൺലൈൻ തന്നെ നമുക്ക് അവരുടെ സർവീസും ലഭ്യമാണ്. അങ്ങനെ നിരവധി ഐഡിയകൾ, നമുക്ക് പല രീതിയിലും ഐഡിയകൾ കിട്ടും. ഈ ഐഡിയകളാണ് നിങ്ങൾ, അതായത് ഒരു ദിവസം ഈ ഐഡിയ കിട്ടുമ്പോൾ ആലോചിക്കേണ്ടത്, യൂബർമാരി ഒരു ഐഡിയ കിട്ടി, നമുക്ക് എത്ര പ്രാവശ്യം യാത്ര ചെയ്യണം, അതിന് ബുക്കിംഗ് ഓട്ടോ ബുക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു ഐഡിയ ആയിരിക്കണം നമ്മളത് കൊണ്ടുവരേണ്ടത്. ഈ ഐഡിയ നിങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നല്ല ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അതായത് നമുക്ക് ഈ ഐഡിയയെക്കുറിച്ച് പല ഐഡിയകളും ഉണ്ടാവും. നിങ്ങൾക്ക് നിരവധി ഐഡിയകൾ ഉണ്ടാവും, പക്ഷേ നിങ്ങളത് പുസ്തകത്തിൽ എഴുതാതെ കൊണ്ടാണ് ഐഡിയ മരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങളായിരിക്കും നാളത്തെ ഒരു ഗൂഗിൾ സൃഷ്ടിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഐഡിയ വെച്ച്. പക്ഷേ എന്തുകൊണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതുന്നില്ല. ഐഡിയ വരും, നമുക്കവിടെ പണം, ആരുണ്ട് ഇത് ചെയ്തു തരാം, നമ്മൾ ആരുണ്ട് തുണയ്ക്കാൻ എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് പോകും. അതോടുകൂടി നമ്മുടെ ഐഡിയ മരിക്കും. ഈ ഐഡിയ മരിക്കരുത്, ഒരു ഐഡിയ പോലും മരിക്കരുത്. ഓരോ ഐഡിയയും നമ്മൾ ഉത്തേജനം നൽകി അത് വിജയിപ്പിക്കാൻ ശ്രമിക്കണം. ഐഡിയ ലഭിക്കുന്നതേ വളരെ ബുദ്ധിമുട്ട്. അങ്ങനത്തെ കിട്ടുന്ന ഐഡിയകൾ നമ്മൾ അങ്ങനെ മറന്നു പോകും, അത് പേപ്പറിൽ എഴുതിയിട്ടില്ലെങ്കിൽ. സോ ഞാൻ എന്താ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റാർട്ടപ്പ് എന്ന ഒരു യുഗത്തിൽ അതിന് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ 5-6 പേരിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു പ്രോജക്റ്റിന് ആദ്യത്തെ ഐഡിയ നമ്മൾ രൂപീകരിക്കുന്നു, അത് പുസ്തകത്തിൽ എഴുതുന്നു. നിങ്ങൾ 5 പേരും പോയി ഈ ഐഡിയ ജനങ്ങളിലേക്ക് ഏത് രീതിയിൽ നമ്മുടെ ഈ ഐഡിയ വിജയിക്കുമെന്നുള്ള ഒരു ചെറിയ എൻക്വയറി നിങ്ങൾ ചെയ്യണം. നമ്മളൊരു ഐഡിയ കണ്ടെത്തി, ഈ ഐഡിയ ആര് വാങ്ങിക്കും? ഈ ഐഡിയ കാശ് കൊടുത്ത് നമുക്കുള്ള ഐഡിയ ഒരു പ്രോഡക്റ്റായിട്ടോ സർവീസായിട്ടോ വരുമ്പോൾ ആര് വാങ്ങിക്കും ഈ ഐഡിയ നമ്മൾ ചിന്തിക്കണം. ഉദാഹരണത്തിന് കേരളത്തിലെ ബനാന ചിപ്സ്, അത് വളരെ വളരെ ഫേമസാണ്, നമുക്കറിയാം. അത്രയും നല്ലൊരു പ്രോഡക്റ്റാണ്. ആര് ചിന്തിച്ചു അത് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ഇന്ത്യ മൊത്തം വിൽക്കാമെന്ന് ആര് ചിന്തിച്ചു? കേരളത്തിൽ ആരെങ്കിലും ചിന്തിച്ചുവോ? എത്ര കാലമായിട്ടുള്ള ചിപ്സാണിത്. ഇന്നത് ചിന്തിച്ച് അത് പാക്കറ്റിലാക്കി അത് വിറ്റ് കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കോടികൾ ഉണ്ടാക്കിയാൽ ആര് കാശ് കൊടുക്കുന്നുണ്ട്? ഫോറിൻ പാർട്ട്നേഴ്സ്, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ് പറയും. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കിടക്കില്ല. കാരണം നിങ്ങൾ
ആദ്യ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ വെഞ്ചർ ക്യാപിറ്റലിനെ പറ്റി ഒന്നും പഠിക്കണ്ട. ഞാൻ പഠിപ്പിക്കുന്നത് വളരെ ലഘുവായ കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം പൈസ ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുമ്പോൾ നിങ്ങൾ പണം ഉണ്ടാക്കിയ ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കറായ ഷമീം ഇക്കയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. നല്ല ഒരു അഗ്രസീവ്നെസ്സിന് വേണ്ടി നിങ്ങളുടെ ബിസിനസ് ഏത് രീതിയിലാണ് എങ്ങനെ കൊണ്ടുപോവുക, എങ്ങനെ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോവുക, അതെങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ള ക്ലാസ് ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ്റെ വീഡിയോ കാണുകയും അയാളുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ നിങ്ങൾക്കും കിങ്സ് ക്ലബ്ബിൽ ചേരാം. കിങ്സ് ക്ലബ്ബ് എന്നുള്ളൊരു വലിയൊരു പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി എക്സ്പീരിയൻസ്ഡ് ആളുകളുടെ ഒരു കൂട്ടായ്മയായി മാറിക്കഴിഞ്ഞു കിങ്സ് ക്ലബ്ബ്. അത് അത്തരം ഒരു കിങ്സ് ക്ലബ്ബിൽ നിങ്ങൾക്കും ചേരാനും അതുവഴി നിങ്ങളുടെ ഐഡിയാസിനും നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾ വളരുമ്പോൾ നിങ്ങൾക്ക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്ങും കിട്ടും. ഫണ്ടിങ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ കഴിയും. സോ 6 ആൾ തുടങ്ങിയ ഇൻഫോസിസ് ഇന്ന് കോടികൾ ഉണ്ടാക്കി കഴിഞ്ഞു. നിരവധി ആൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞു. അവർ 6 പേര് ഒന്നിച്ചത് കൊണ്ട് മാത്രമാണ് അത് ഇൻഫോസിസായി മാറിയത്. അതേമാതിരി നിങ്ങളും 5 പേര് ഒന്നിച്ചാൽ ചെയ്താൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു പ്രസ്ഥാനം നമുക്ക് രൂപീകരിക്കാൻ പറ്റും. സോ ആദ്യമായി ചെയ്യുക, ഈ ഒരു കൂട്ടായ്മയ്ക്കുള്ള ശ്രമം നടത്തുക. അതിനുശേഷം ഐഡിയ എന്താണെന്ന് വെച്ചാൽ ജനങ്ങളിൽ പോയി സംസാരിക്കുക, ഈ ഐഡിയ നടപ്പാക്കാൻ കഴിയുമോ എന്ന ശേഷം നമുക്ക് ആ ഐഡിയ എന്താണ് എന്ന് വെച്ച് ഒരു ചെറിയ രീതിയിൽ MVP മിനിമം വയബിൾ പ്ലാൻ ഇത് നടപ്പാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും ഒരു കാർ കമ്പനി തുടങ്ങാനോ ബസ് കമ്പനി തുടങ്ങാനോ ഉള്ള ഐഡിയ എല്ലാം നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലൊരു ഐഡിയ ഞാൻ പറയില്ല നിങ്ങളോട്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ സ്ട്രെങ്ത്ത് വെച്ചുകൊണ്ട് ഓരോ ആൾക്കാരുടെ ഒരു കഴിവ്. എനിക്ക് അക്കൗണ്ടിങ്ങിനെ പറ്റി നല്ലപോലെ അറിയാം. ഞാനിതിൽ മാർക്കറ്റിങ്ങിൽ ഇൻട്രസ്റ്റഡാണ്. ഞാൻ മാർക്കറ്റിങ്ങിനെ പറ്റി അറിയാം, അല്ലെങ്കിൽ ഞാൻ ഫൈനാൻസിനെ പറ്റി അറിയാം. ഇങ്ങനെ ഓരോ ആൾക്കാരുടെയും ഓരോ കഴിവാണ് ആ കൂട്ടായ്മയിൽ കൊണ്ടുവരുന്നത്. പിന്നീടാണ് അത് സ്റ്റാർട്ടപ്പായി രൂപീകരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഉപരി ഇനി കേരളത്തിലൊന്നും ചെയ്യാൻ ആവശ്യമില്ല. അത്രയും തന്നെ സപ്പോർട്ട് കേരളത്തിൽ ലഭിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനായിട്ടും ഭയങ്കര ട്രെയിനിങ് പ്രോഗ്രാംസും നിരവധി വീഡിയോസുകളും എല്ലാമേ ഉണ്ട്. സോ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് രൂപീകരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അത് ഈ കൂട്ടായ്മയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. 18 പേരെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് ഒരു കമ്പനി ഉണ്ടാക്കിയത് ആലിബാബ. ഭാര്യയും ഭർത്താവും കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാക്കിയ ആമസോൺ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഓരോ കമ്പനിയെ പറ്റി ചിന്തിക്കാനും പറയാനും കഴിയും. അതുകൊണ്ട് ഇതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. ജോലികൾക്ക് പോയി ചേർന്ന് അത് നമ്മൾ എല്ലാവർക്കും ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് തൊഴിലാളിയും മുതലാളിയും വേണം. പക്ഷേ ഇനിയൊരു കാലത്ത് ഇക്വിറ്റി പാർട്ട്നേഴ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിരവധി എൻ്റർപ്രണേഴ്സുകളെമാരുള്ളവർ വളർത്തിയെടുത്ത് രാജ്യത്തിൻ്റെ എക്കണോമിയും വികസിപ്പിച്ച് നിങ്ങളും വലുതായി കാറുകളും കാര്യങ്ങളും വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. അത് പറഞ്ഞ് നിങ്ങളെല്ലാവരും നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്തു കഴിഞ്ഞാൽ ബാക്കി വർക്ക് ചെയ്യാൻ കമ്പനികൾ ആളില്ലാതാകും. അതുകൊണ്ട് അത്തരത്തിലൊരു ചിന്തകളും പാടില്ല. കാരണം ഇപ്പോൾ നിലവിലുള്ള പ്രസ്ഥാനങ്ങളും നിലനിർത്തണം. അതുകൊണ്ട് ആ രീതിയിൽ കുറേ ആളുകൾക്ക് മാത്രം ഈ സ്റ്റാർട്ടപ്പ് ചിന്ത നടത്തുക. അതല്ല എനിക്കതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ എന്താണോ, എൻജിനീയറിങ്ങോ എന്താ നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ അത് പഠിച്ച് അതിൽ പ്രഗത്ഭ്യം നേടാൻ കഴിയണം. കമ്പനികളിൽ ഗൂഗിൾമാരുള്ള കമ്പനികളോ ഇൻഫോസിസോ അങ്ങനെ നിരവധി കമ്പനികളുണ്ടല്ലോ. ആ കമ്പനികളിലെല്ലാം അതായത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടമാണ്. ബിസിനസ് എളുപ്പമല്ല. ബിസിനസ് വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ ആദ്യം ബിസിനസ് ആരംഭിക്കുന്നത്. അതായത് നമ്മൾ കുറേ സാക്രിഫൈസ് ഇതിൽ അനുഭവിക്കേണ്ടി വരും. ആ സാക്രിഫൈസിന് നമ്മളെക്കൊണ്ട് കഴിയൂ, അല്ലെ നമ്മുടെ വീട്ടിൻ്റെ സാഹചര്യം അതാണോ, അല്ല ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കണം അതുകൊണ്ട് ഞാൻ പൈസ ഉണ്ടാക്കി എൻ്റെ കുടുംബം നടത്തണം ആണോ
എന്നുള്ളവർക്ക് ഈ സ്റ്റാർട്ടപ്പിലല്ല ചിന്തിക്കേണ്ടത്. താൻ പഠിച്ച പഠിപ്പ് എന്താണ്, അതിൽ പ്രഗത്ഭനാകാൻ മിടുക്കനാകാൻ എന്ത് ചെയ്യണം, ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് എങ്ങനെ എന്നെ കൊണ്ട് മുതൽ കൂട്ടാൻ പറ്റും, ആ രീതിയിലുള്ള ഒരു പ്രൊഫഷണലിസം അല്ലെങ്കിൽ പ്രൊഫഷണൽ ചിന്താഗതിയിലൂടെ പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വർക്കിംഗ് എംപ്ലോയീസ്. അവർക്ക് ഇത് സ്റ്റാർട്ടപ്പിലോട്ട് വരാൻ കഴിയില്ല. സ്റ്റാർട്ടപ്പിൽ വരുന്നവർ തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടും എല്ലാവിധ ബുദ്ധിമുട്ടുകൾ ഞാൻ സഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ടും കുഴപ്പമില്ല, ഞാൻ ശമ്പളമില്ലാതെ ഒരു വർഷം ജീവിക്കാൻ എനിക്ക് എൻ്റെ വീട്ടിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നും മനസ്സിൽ വിശ്വാസവും ഉറപ്പും വരുത്തിയ ശേഷം മാത്രമാണ് ഈ സ്റ്റാർട്ടപ്പ് ലോകത്തിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആയാൽ പോലും ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്ത് നല്ല പേരെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ നിറയെ ഓപ്പർച്യൂണിറ്റി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വെളിയിൽ പോകാനും കാര്യങ്ങൾ കാണാനും എല്ലാം കഴിയും. ഇനിയൊരു ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്ത് നിങ്ങൾ എവിടെ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നോ അവിടുന്ന് നിങ്ങളൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയരണമെങ്കിൽ കുറേ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ അമേരിക്കയിൽ പോകണം എന്നുണ്ടെങ്കിലോ യൂറോപ്പ് പോകണം എന്നുണ്ടെങ്കിലോ എസ്റ്റോണിയ പോകണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വേണ്ടത് പ്രൊഫഷണൽ ലൈഫാണ്, നോട്ട് സ്റ്റാർട്ടപ്പ്. പ്രൊഫഷണൽ ലൈഫ് ആകുമ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടേതായ ഡ്രീംസ് നിങ്ങൾ അനുഭവിക്കാൻ കഴിയും, അത് വിജയിപ്പിക്കാൻ കഴിയും. സോ ആ രീതിയിലൊരു പ്രൊഫഷണൽ ലൈഫ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പിനെ പറ്റി ചിന്തിക്കല്ലേ. സ്റ്റാർട്ടപ്പ് എന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉറക്കവും ഊണും ഇല്ലാതെ വർക്ക് ചെയ്ത് വിജയം കരസ്ഥമാക്കാനും തോൽവിയെ കണ്ട് ഭയപ്പെടാതെ തോൽവി വന്നാലും ഞാൻ വിജയിക്കുമെന്ന് ഉറപ്പ് വരുത്താൻ ഡോക്ടർ അനിൽ ബാലചന്ദ്രൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞുതരും. അധിക രൂപയൊന്നും ഇല്ലാതെ തന്നെയാണ് നിങ്ങൾക്കൊരു ക്ലാസ് കിട്ടുന്നത്. അത്തരത്തിലൊരു ക്ലാസ് പിന്നീടുള്ള പുള്ളിയുടെ വീഡിയോസും കണ്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉള്ള ധൈര്യം നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല തീർച്ചയായിട്ടും ഷമീം റഫീഖ് ഇക്കടെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം നിരവധി ആളുകളെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈഗിൾ കോണിനെ കുറിച്ച് നിങ്ങൾ വീഡിയോസ് എല്ലാം കാണണം. ഈഗിൾ കോൺ വഴി നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ലഭിക്കും. നിങ്ങളവിടെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഓഫ് എക്സ്പേർട്ട് ആളുകളുടെ, ഇന്നൊരു കൺസൾട്ടിനെ വെക്കുകയാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്താണ് കൺസൾട്ടൻറ്റിനെ വെക്കുന്നത്. പക്ഷേ ഇത്തരം കൺസൾട്ടൻ്റ് ഇല്ലാതെ ഒരു കൂട്ടായ്മയുടെ അകത്തേക്ക് നിങ്ങൾ പോകുന്നതാണ് ഒരു ഈഗിൾ കോണിന് കിട്ടുന്ന വലിയ ഒരു സംഭവം. നിങ്ങൾ പഠിച്ച് കുറേ കാലം കഴിയുന്ന മുമ്പ് അതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്ത് വേണോ അത് അവിടെ ചോദിക്കാനും വിജയം കരസ്ഥമായിച്ച് വിജയഗാഥ സൃഷ്ടിച്ചവരുടെ ശൃംഖലയാണ് ഈഗിൾ കോൺ. അത് മദർ ഈഗിളായിട്ട് ഷമീം റഫീഖ് സാർ ഉണ്ടെങ്കിലും നിരവധി ഈഗിളുകൾ അവിടെ ഉണ്ട്. ആ ഈഗിളുകൾ നിങ്ങൾക്കും പറഞ്ഞു തരും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവർ ചെയ്ത തെറ്റുകൾ എന്താണ്. ആ തെറ്റുകളിൽ നിന്നുമാണ് നമ്മൾ പഠിക്കേണ്ടത്. വിജയത്തിനെക്കാട്ടിലും തെറ്റുകൾ പഠിച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഈ 5 പേരും കൂട്ടായ്മയായി ഇരുന്ന് ഈ തെറ്റുകൾ വരാതെ സൂക്ഷിച്ച് നിങ്ങളും ഒരു കൊച്ചു സ്ഥാപനം സ്ഥാപിക്കുക. അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാലാകുന്ന എല്ലാവിധ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എൻ്റെ വീഡിയോനോ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ പരസ്യമില്ല. ഞാൻ എന്നെ തന്നെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്ന നോളേജ് ദൈവം തന്നത് നിങ്ങളെ ഞാൻ എത്തിക്കുന്നു. അത്രമാത്രം. നിങ്ങൾ നന്നായാൽ മരം വെച്ച് പിടിപ്പിക്കുകയും ദൈവത്തിനോടും നന്ദി പറയും. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഷമീം റഫീഖ് സാറും അല്ലെങ്കിൽ ഡോക്ടർ അനിൽ ബാലചന്ദ്രനും കേരളത്തിൻ്റെ മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.